പൊതുവേദിയിൽ വിദ്യാർത്ഥികളെ അപമാനിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച മുൻമന്ത്രി കെ.ടി. ജലീൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിഷമം തോന്നിയാൽ മാപ്പ് ചോദിക്കുമെന്നും അല്ലാത്തപക്ഷം മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല എന്നും ജലീൽ പറഞ്ഞു. കുറ്റം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. ജലീൽ തെറ്റ് തിരിച്ചറിയുന്നില്ല എന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വിമർശിച്ചു. രവികുമാർ എന്താ മണ്ണാർക്കാട്ടെ പരീക്ഷാ വിജയികൾക്കുള്ള പുരസ്കാര വിതരണ വേദിയിലെ വിവാദം കെട്ടടങ്ങുന്നില്ല. സംഭവത്തിൽ കെ.ടി. ജലീലിനെതിരെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. അധ്യാപകനായ ജലീലിന് സ്വന്തം തെറ്റ് മനസ്സിലായിട്ടില്ലെന്നും തെറ്റിനെ ന്യായീകരിക്കുകയാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ ആരോപിച്ചു. കുട്ടികളുടെ പരാതി ലഭിച്ചിട്ടില്ലെന്നും ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാർ പ്രതികരിച്ചു. കുട്ടികൾ അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കാം. അതിനകത്ത് കുട്ടികൾക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടില്ല എന്നവർ പറയുകയാണെങ്കിൽ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സ്വാഭാവികമായ തടസ്സമുണ്ടല്ലോ. വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന വേദിയിൽ സദസ്സിനെയും ഭാഗമാക്കുന്നത് തന്റെ രീതിയാണെന്ന് കെ.ടി. ജലീൽ വിശദീകരിച്ചു. ഒരൊറ്റ കുട്ടിയെങ്കിലും അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ താൻ നിർവ്യാജ മാപ്പ് ചോദിക്കുമെന്നും ജലീൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അതിൽ വല്ല അപമാനവും അവർക്ക് തോന്നി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. പരിപാടിക്കിടെ അപമാനമുണ്ടായിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. റിപ്പോർട്ടർ, മലപ്പുറം.